എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലെ അവസാന ദിനം അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഈ ഒരു വിദ്യാർത്ഥി ലൈഫും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഇനിയും റബ്ബ് എന്തൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ കരുതി വെച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ ഒരു കോഴ്സ് നമ്മൾ തുടങ്ങി അന്ന് മുതൽ പറയുന്നതാണ് കാരന്തൂർ ലിസി പോയിട്ടൊരു ദിവസം ചോറ് കഴിക്കണം എന്നുള്ളത്. അത് ഈ ഒരു ലാസ്റ്റ് ഡേ ആക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ ഹാജരായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് എത്തുന്നേ ഉള്ളൂ. ലിസീത്തെ വരി നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം സമയം 12 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. 12:30 പോലും ആയിട്ടില്ല. അങ്ങനെ ഓരോരുത്തരായി വരാൻ തുടങ്ങി. ഞാൻ വെയിറ്റ് ചെയ്ത സമയത്തിനനുസരിച്ച് എനിക്ക് 2-3 പ്രാവശ്യം അകത്ത് കയറാനുള്ള ചാൻസ് കഴിഞ്ഞു പോയിട്ടോ. പക്ഷേ ഞങ്ങൾ 10 പേര് എത്താനുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ നിന്നുപോയി. അങ്ങനെ നമ്മൾ അവസാനത്തെ ബാച്ച് ആൾക്കാരും എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം പുറത്തു കൂടെ ഇങ്ങനെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. പിന്നെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. നേരെ വണ്ടി എടുത്ത് തൊട്ടടുത്തുള്ള വേറെ ഒരു ഹോട്ടലിലേക്ക് വിട്ടിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സൽക്കാരയിലാണ് എത്തിയിട്ടുള്ളത്. ഒരു കണക്കിന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഏതായാലും നന്നായി. കാരണം നമ്മളെ കൂടെ കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരും കൂടി ഉണ്ട്. അവർക്ക് നമ്മളെ നോർമൽ മീൽസ് പറ്റുമെന്നുള്ളത് സംശയമാണ്. പിന്നെ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ ഇതുപോലുള്ള ഞാനൊരു തിരക്കുള്ള കോടീശ്വരനാന്ന് കാണിക്കാൻ പറ്റുന്ന ഒരാളല്ലേ. അങ്ങനെ ടേബിളൊക്കെ സെറ്റാക്കി സെൽഫിയും ഫോട്ടോസും ഒക്കെ പല രീതിയിൽ എടുക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് നമ്മൾ ഇതാ മെനു നോക്കി സ്ഥിരം പരിപാടി മെനു നോക്കി എല്ലാം മറിച്ച് നോക്കി ലാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി. ചെറിയ മാറ്റം മാത്രം. ചിലർ ഹാഫ് പറഞ്ഞു, ചിലർ ഫുള്ള് പറഞ്ഞു. അതേ ഉള്ളൂ കേട്ടോ ചേഞ്ച്. പിന്നെ സൈഡായിട്ട് നമ്മൾ തവ ചെമ്മീനും അതുപോലെ തന്നെ ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തവ ചെമ്മീൻ ഞങ്ങൾ സെക്കൻഡ് ടൈം ഒന്നും കൂടി വാങ്ങിച്ചു കേട്ടോ. പിന്നെ പാരഗൺ സൽക്കാരത്തെ ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല ആസ്വദിച്ച് വയറ് നിറച്ച് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവസാനം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു തരിപ്പാവെന്ന് കരുതിട്ടോ. അങ്ങനെ ആ ഒരു ഓപ്ഷനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മൗണ്ടൻ ഡ്യൂ ആണ്. ഇതിൻ്റെ ഈ കളറ് കാണുമ്പോൾ തന്നെ എങ്ങനെ കുടിക്കാണ്ടിരിക്കാമല്ലേ. അതും കൂടി ആയപ്പം മൊത്തം സെറ്റായി. ഇതാ ബില്ലും കൊടുത്ത് തിരിച്ച് വീണ്ടും കുറച്ച് ഫോട്ടോസും യാത്ര പറച്ചിലൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കേട്ടോ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ബാച്ച്, ഈ ഒരു കോഴ്സും. ഇന്ത്യൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ, പല ജോലി ചെയ്തുകൊണ്ടിരുന്നവർ, പല കോഴ്സ് കഴിഞ്ഞവർ, പല സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ വന്ന ഒരു കോഴ്സാണ് കേട്ടോ ഇത്. ഞങ്ങളിൽ 10 പേർക്കും 10 സ്റ്റോറി ആയിരുന്നു ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും ഈ ഒരു 6 മാസം ചടപടയെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നുപോയി. ഇനി എന്തെന്നുള്ളൊരു ചോദ്യചിഹ്നം ബാക്കിയാണ്. എല്ലാം ഒരു നിമിത്തം എന്ന് പറയുന്ന പോലെ റബ്ബ് ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഇനിയുള്ള ബാക്കി കാര്യങ്ങളും മൂപ്പര് തന്നെ തീരുമാനിക്കും.